ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല അതെ നിങ്ങൾ എന്തായി കാണിക്കണം? അയ്യോ അത് കളയരുത് ചേട്ടാ. ചേട്ടാ ഇങ്ങനൊന്നും ചെയ്യല്ലേ. എന്നെ ക്ഷണിക്കാൻ സാധ്യതയില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തന്ത്രപരമായിട്ടല്ലേ പ്രകാശേട്ടൻ മോഷണക്കാരിയാക്കിയത്. എന്തും സഹിക്കാം. വിനുവേട്ടനെ കുടുംബത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്നെ കള്ളിയാക്കി. അത് സഹിക്കാവുന്നതിലും അപ്പുറമായിപ്പോയി വിനുവേട്ട. ഞാൻ അടുക്കളക്കാരിയാണ്. ആരോരും ആശ്രയമില്ലാത്തവളാ. പട്ടിണി കിടക്കേണ്ട അവസ്ഥ പലപ്പോഴും വന്നിട്ടുമുണ്ട്. അപ്പോഴൊന്നും വൈക്കൽ തുരുപ്പിന്റെ പൊന്നുപോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ആ എന്നെ പെരിങ്കള്ളിയാക്കി അപമാനിച്ചത്. പാലയാച്ചനെ വിളിക്കാത്തതില് എനിക്കൊരു സങ്കടമില്ല വിനുവേട്ട. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പുല്ല് വില പോലും കൽപ്പിക്കാതെ നടത്തുന്ന ചടങ്ങല്ലേ. എത്ര കേമായിട്ട് നടത്തിയാലും ആ ഒരു കുറവ് നികത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മൾ അനാഥരല്ലേ വിനുവേട്ട. നമുക്ക് ഇതൊക്കെ അറിയിക്കുന്നതുള്ളൂ. എന്നാലും അച്ഛനെയും അമ്മയും ഒരു നേരത്തെ അന്നത്തിന് വരുന്ന ഭിക്ഷക്കാരുടെ കൂട്ടത്തിലെങ്കിലും അവർക്ക് സ്ഥാനം കൊടുക്കായിരുന്നു. അവരെ ശപിക്കരുതെന്നാണോ പറയുന്നത്? ഞാൻ ഒരിക്കലും ശപിക്കില്ല. ആരെ മറന്നാലും സുചിത്രേച്ചിയും ഗോകുലിനെ ഓർക്കണമല്ലോ. അവർക്കിനിയെങ്കിലും സമാധാനം ഐശ്വര്യം ഉണ്ടാവണം. ഉറുപ്പ് സാറ് രാത്രി അത്താഴം മോന്റെ കടയിൽ നിന്ന് കഴിക്കാന്ന് കരുതി കാണും അല്ലേ? അച്ഛാ, എന്റെ ചൂട് ദോശ എടുക്കട്ടെ കഴിക്കാൻ. അല്ല എന്താ അച്ഛാ, അച്ഛന്റെ തെറ്റിദ്ധാരണയൊന്നും മാറിയില്ല ഇതുവരെ. അച്ഛാ, വന്ദന ഒരിക്കലും അച്ഛനെതിരെ ഒന്നും പ്രവർത്തിക്കില്ല. ആരാണ് നിന്റെ അച്ഛൻ? എന്റെ മകനെ ചത്തു. നീ മുടിയനായ പുത്രനാ, തന്തയ്ക്ക് മുമ്പുണ്ടായവൻ. ഒരുത്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറുപ്പിനെ നാറ്റിക്കുന്നു. നാടൊട്ടുക്ക് നടന്ന് അടുത്തവൻ നടുറോഡിൽ മുട്ട ഓംലെറ്റ് അടിച്ച് കുറുപ്പിനെ തോൽപ്പിക്കാൻ നോക്കുന്നു. മിണ്ടിപ്പോരുത്. നിനക്ക് കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ അറിയൂ. കരുണാകരക്കുറുപ്പിലെ രാഷ്ട്രീയക്കാരനെ നീ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേൽ ചാഞ്ഞാൽ കടയ്ക്ക് കത്തിവെക്കണം. അതാടാ പ്രമാണം. അടിച്ചു പൊളിക്കടവന്റെ തട്ടുകടയാൻ പറ്റും. അല്ല അതെ നിങ്ങൾ എന്തായി കാണിക്കണം? അയ്യോ അത് കളയരുത് ചേട്ടാ. ചേട്ടാ ഇങ്ങനൊന്നും ചെയ്യല്ലേ. ചേട്ടാ അടിക്കട്ടെ? അടിക്കണ്ടടാ, അച്ഛൻ ആസ്വദിച്ചോട്ടെ.
ആ മതി 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 ദാ മതി. അതെ, ഇത് ഞാനും നീയുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ഇനി ജനിപ്പിച്ച തന്തയാണ്, പിതാവാണ്, പുത്രനാണ്, മാങ്ങാ തുലിയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നാൽ വണ്ടി കയറാ. വന്ദനമ്മേ, വ്യാഴാഴ്ച സ്കൂളില് പാരന്റ്സും ചെല്ലണമെന്നാ മിസ് പറഞ്ഞത്. മോളെ, മിസ്സിനെ അമ്മ കണ്ടായിരുന്നു. മിസ് പറഞ്ഞു ആ സ്കൂളില് ആകെ 3 പേർക്കാണ് എക്സലന്റ് അവാർഡ് ഉള്ളതെന്ന്. അതിലൊരാള് മോളാണെന്ന്. അമ്മയ്ക്ക് സന്തോഷായി. അമ്മേ, വ്യാഴാഴ്ച ആ പരിപാടിക്ക് വരുമ്പോ ജഗനങ്കിളിനെയും കൂടി കൊണ്ടുവരണേ അമ്മേ. ദിയമോളുടെ അച്ഛനെ ആ സ്കൂളിൽ ആരും കണ്ടിട്ടില്ലെന്ന്. അവരോടെല്ലാം ദിയമോൾക്ക് ജഗനങ്കിളാണ് ദിയമോളുടെ അച്ഛനെന്ന് പറയണം. വന്ദനമ്മ എന്തിനാ കരയുന്നത്? വന്ദനമ്മ കരഞ്ഞ ദിയമോൾക്ക് സങ്കടാവും. ഇല്ല, വന്ദനമ്മ കരയുന്നൊന്നുമില്ല. മോള് മതിയായെങ്കിൽ എണീറ്റ് വായും കഴുകി ഹോംവർക്ക് ചെയ്യേ. ജഗനങ്കിള് വരുമ്പോ വിളിക്കണേ. ജഗനങ്കിൾ ഇന്ന് ബുൾസയും തട്ടിൽ കുട്ടൻ ദോശയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാ, അമ്പടി കള്ളി. ചുമ്മാതല്ല നീ വയറ് നിറച്ച ആഹാരം കഴിക്കാത്തത് അല്ലേ? കുറുമ്പി. അല്ല, ഇന്ന് നേരത്തെ വന്നോ? ആ, എന്താ ജഗ, കച്ചവടം നേരത്തെ കഴിഞ്ഞോ? എന്തു പറ്റി ജഗ? മുഖൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. മാനത്തെ കൊട്ടാ